ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ഉണ്ടാലോ. രാവിലെ തന്നെ പല്ലൊക്കെ തേച്ചതിന് ശേഷം കുറച്ച് നേരം ഇരുന്ന് അത് കഴിഞ്ഞപ്പോൾ നമ്മൾ പാല് മേടിക്കാൻ പോയിട്ടോ. പാല് മേടിക്കാൻ പോയപ്പോൾ മൂഞ്ചി തിരിച്ചു വന്നു, അവിടെ പാലൊന്നുമില്ലായിരുന്നു. പിന്നെ നമ്മൾ ബ്രാത്തിനും നോമ്പിനുള്ള ഒരുക്കങ്ങളായിട്ട് ഫുള്ള് ക്ലീനിങ് ആട്ടോ ഇപ്പോൾ മൊത്തം. ഇടയ്ക്കിടയ്ക്കായിട്ട് ഉമ്മച്ചിക്ക് കുറച്ചൊക്കെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കും കേട്ടോ. അതിനുശേഷം ഞാൻ വന്നിട്ട് എൻ്റെ ജേണലൊക്കെ ചെയ്തതൊന്ന് തുറന്നു നോക്കി. അതൊക്കെ നോക്കുമ്പോൾ ഒന്ന് മൈൻഡ് റിലാക്സ് ആവുമല്ലോ. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ച് നേരം സ്റ്റോറി ബുക്കൊക്കെ വായിച്ചു. എനിക്ക് പിന്നെ ഇംഗ്ലീഷിനേക്കാളും മലയാളമാണ് ഇഷ്ടം. പിന്നെ എൻ്റെ ഉള്ളത് മലയാളം എല്ലാം ഞാൻ വായിച്ചു കഴിഞ്ഞുകൊണ്ട് ഇപ്പോൾ ഇംഗ്ലീഷ് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. മലയാളത്തിനോട് ഇഷ്ടം കൂടുതൽ തോന്നാൻ പ്രത്യേക വലിയ റീസണൊന്നുമില്ല. അതിനകത്ത് വെച്ച് സാഹിത്യപരമായി ചിന്തിക്കാമല്ലോ എന്നുള്ള രീതിയിലാണ്. അത് കുറച്ച് നേരം നോക്കിയതിന് ശേഷം പിന്നെ അടുക്കള കയറി നോക്കി എന്തെങ്കിലും തിന്നാനുണ്ടെന്ന്. പിന്നെ നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ നമുക്ക് വിശപ്പിച്ച് കൂടുതലാലോ. അപ്പോൾ നോക്കി ഇപ്പോൾ 2 മാങ്ങ ഇരിക്കണ്ടായിരുന്നു. ഏതൊരു ദിവസം വാങ്ങിച്ചതാണ്, നമ്മൾ കണ്ടില്ല. നമ്മൾ കണ്ടപ്പോൾ എടുത്ത് തിന്നും. കാരണം മാങ്ങ ഫാൻസാണ് ഞങ്ങളിവിടെ എല്ലാവരും. ഞാൻ കല്ലേലിട്ടിടിച്ചുണ്ടാക്കാന്നുള്ള രീതിയിലാണ് മാങ്ങ എടുത്തത്. പക്ഷേ കുറച്ച് ഫ്ലോപ്പായി. കാരണം മാങ്ങ ഇച്ചിരി പഴുത്തോ അല്ല, അങ്ങനെ ഒരു പുളി ഉണ്ടായിരുന്നു. പക്ഷേ ഒരുമാതിരി പഴുത്ത രീതിയിലൊക്കെ ഇരിക്കണോണ്ട് നല്ല അടിപൊളിയായിട്ടൊന്നും വന്നില്ല. കല്ലേലിട്ട് ഇടിച്ചപ്പോൾ ഒന്നും വലിയ സെറ്റപ്പ് ആയില്ല സംഭവം. ഇത് ശരിക്കും പച്ച മാങ്ങ വെച്ച് ചെയ്യുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുന്നത്. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഈ ഒരു മാങ്ങ ഉള്ളതുകൊണ്ട് ഇതാണ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയത്. അതിൻ്റെ മസാലയൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഇടയ്ക്കോട്ട് മൊത്തം വച്ചിട്ട് പിന്നെ കല്ലേലിട്ട് ഇടിച്ചു കൂട്ടുക. ടേസ്റ്റ് ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ പച്ചമാങ്ങ വെച്ച് ചെയ്യണതിൻ്റെ അത്ര ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. കാരണം ഇത് ചെറുതായിട്ടൊന്നും പാളിപ്പോയതാണ്. നമ്മുടെ കുഴപ്പമല്ല കേട്ടോ, ഇത് മാങ്ങയുടെ കുഴപ്പം തന്നെയാണ്. മാങ്ങയ്ക്ക് ഇവിടെ ഫാൻസ് കൂടുതലാണ്. കല്ലേലിട്ട് ഇടിച്ചതിന് ശേഷം കൂട് തുറന്നപ്പോഴേക്കും മാങ്ങ ഓരോന്നായിട്ട് പോയിട്ടോ. വീഡിയോ എടുത്തുകൊണ്ടിരുന്നാൽ എനിക്ക് മാങ്ങ കിട്ടില്ല എന്ന് അറിയാവുന്നതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കാൻ നിന്നില്ല. പിന്നെ നിങ്ങൾ വിചാരിക്കും ഇത് ഡേ ഇൻ മൈ ലൈഫാണോ മാങ്ങ തീറ്റയാണോ എന്ന്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഉച്ച കഴിഞ്ഞപ്പോൾ ശരിക്കും ഒന്ന് ഉറങ്ങിപ്പോയി. അതുകൊണ്ട് ഡേ ഇൻ മൈ ലൈഫ് അങ്ങ് എടുക്കാൻ പറ്റിയില്ല. ഒരു 2 മണിക്കൂറത്തെ ഉറക്കം എന്ന് തന്നെ പറയാം കേട്ടോ. ഈ ഒരു വീഡിയോയൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ ഫുഡ് കഴിച്ചതിന് ശേഷം ചുമ്മാ ഒന്ന് കട്ടിലേക്ക് കയറി കിടന്നതാണ്. അത്രയാണ് നടന്നുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ പിന്നെ എഴുന്നേറ്റത് 6 മണിയായിട്ടോ. മാങ്ങ കഴിച്ചുകൊണ്ട് തന്നെ അത്യാവശ്യം വയറ് നിറഞ്ഞായിരുന്നു. അതുകൊണ്ട് ഒരു 3:30 ആയപ്പോഴാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയത് തന്നെ. അത് കഴിഞ്ഞ് രാത്രിയായിട്ട് പിന്നെ ഞാൻ വീഡിയോ എടുത്തത്. പിന്നെ ഐഷുവിനെ ഡാൻസൊക്കെ പഠിപ്പിച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.